ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. എന്തുണ്ട് വിശേഷം? ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗല്ല എങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഞങ്ങൾ വിൻ്ററിനൊരു ക്യാമ്പിങ്ങിന് പോയായിരുന്നു. അതിൽ ചിക്കൻ BBQ ചെയ്യുന്നതിൻ്റെ മാരിനേഷനും അതിൻ്റെ കുറച്ച് BBQ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് യോഗർട്ടാണ് എടുത്തേക്കുന്നത്. യോഗർട്ട് 2 സ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് ലെമൺ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഞാൻ കുറച്ച് ഗീ കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ഞാൻ മാരിനേഷൻ സമയത്ത്. പിന്നെ BBQ ചെയ്യുമ്പോൾ ബട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ചിക്കൻ മസാല ആവശ്യത്തിന് ഇടുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി. പിന്നെ ഞാൻ 2 ക്യാപ്സിക്കം നന്നായി കഴുകി അരിഞ്ഞ് ഇടുന്നുണ്ട്. പിന്നെ ചിക്കൻ പാർട്സായിട്ടാണ് വാങ്ങിയത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഈ മസാലയിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ല മസാല ചിക്കനിൽ നന്നായി പുരട്ടി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇത് വച്ചേക്കണം. നന്നായി മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അടച്ച് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം നമ്മൾ രാത്രിയാണ് പോയത്. രാത്രി ബീച്ചിലെത്തിയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. നന്നായി മാരിനേഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ നന്നായി മസാലയൊക്കെ പിടിച്ചു. എന്നിട്ട് BBQ ചെയ്യാനായിട്ട് ഗ്രില്ലിലെടുത്ത് ഓരോന്നായിട്ട് വച്ചു. ചിക്കനും ക്യാപ്സിക്കവും എല്ലാം ഓരോന്നായിട്ട് 2-3 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്തത്. കുറച്ച് വീതം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ കൂടെ തേക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല കനലായതിന് ശേഷമാണ് ഇത് വയ്ക്കുന്നത്. ഇതിപ്പോൾ ബട്ടർ തേക്കുന്നുണ്ട്. ബട്ടറോടെ തേച്ച് അത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഈ വിൻ്റർ സമയത്ത് നമുക്ക് ബീച്ചിലൊക്കെ പോയി അവിടുത്തെ വൈബ് എൻജോയ് ചെയ്ത് അത് ചിക്കൻ മാരിനേറ്റ് ചെയ്തുകൊണ്ട് പോയാൽ അവിടെ ചെന്ന് കുക്ക് ചെയ്ത് നന്നായി ഒരു ക്യാമ്പിംഗ് സ്നാക്സ് പോലെയൊക്കെ കഴിക്കാം. ഒരു പ്രത്യേകതരം ഒരു വൈബാണല്ലേ വിൻ്റർ സമയത്ത് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ ബൈ.